നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച കോൺഫറൻസ് ഹാൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖ്രാന തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ആമ്പല്ലൂരിൽ അപകടത്തിൽ പരിക്കേറ്റവരുമായി പോയ ആംബുലൻസ് പിക്കപ്പുമായി കൂട്ടിയിടിച്ച് ഡിവൈഡറിൽ ഇടിച്ചുകയറി. ചാലക്കുടി മാർക്കറ്റ് റോഡിലെ അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ നടപടി ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. കൊടകര ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച കോൺഫറൻസ് ഹാൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KG രജീഷ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, ജനപ്രതിനിധികളായ പ്രനില ഗിരീശൻ, റെക്സിയെ, ഷീബ ജോഷി, ബിജി ഡേവിസ്, TK പത്മനാഭൻ, MM ഗോപാലൻ, അസിസ്റ്റന്റ് സെക്രട്ടറി MA സുനിൽകുമാർ, CDS ചെയർപേഴ്സൺ രാജേശ്വരി AR എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിന് ഒരു നല്ല കോൺഫറൻസ് ഹാൾ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾക്കും താങ്ങാവുന്ന തരത്തിലുള്ള ഒരു ഹാളുമായി തീർത്തും ജനകീയ സ്വഭാവത്തോടെ ഈ ഹാള് മാറുന്നു. ഒരു നല്ല അന്തരീക്ഷത്തിൽ നിങ്ങളുടെ യോഗങ്ങൾ കൂടുകയും നല്ല തീരുമാനങ്ങളും നാടിന് നന്മയും ഉണ്ടാകുന്ന പ്രവർത്തിക്കുന്നു. അതാണ് അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. അത് തന്നെയാണ് വേണ്ടത്. നമുക്കറിയാം, നമ്മുടെ അധികാരത്തിൽ വന്നതിന് ശേഷം ആരംഭിച്ച വർക്കാണ്. ഇപ്പോഴാണ് ഇതിൻ്റെ ഏകദേശം ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ അന്ന് മുൻപല്ല സമിതി എടുത്ത് വെച്ച തീരുമാനപ്രകാരം അതിന് പ്രോജക്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ലോ പ്രോജക്റ്റ് നമ്മൾ വന്നപ്പോൾ ഏറ്റെടുത്തത് നടപ്പിലാക്കുകയായിരുന്നു. അപ്പോൾ കുടുംബശ്രീക്കും അതുപോലെ ഗ്രാമപഞ്ചായത്തിൻ്റെ കമ്മിറ്റി മീറ്റിംഗ് കൂടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. കുടുംബശ്രീ കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖ്രാന തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. രാവിലെ 7-നുള്ള ആഘോഷമായ പാട്ട് കുർബാനയ്ക്ക് ഫാദർ ഷിബു നെല്ലിശ്ശേരി മുഖ്യ കാർമ്മികനായി. ഫാദർ ഡോക്ടർ സിജു കൊമ്പൻ സന്ദേശം നൽകി. ഫാദർ ഫ്രാൻസിസ് പാറയ്ക്ക സഹകാർമ്മികനായിരുന്നു. തുടർന്ന് തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ അലക്സ് കല്ലേലി ഊട്ടുവെഞ്ചിരിപ്പ് നടത്തി. 8 മണിക്ക് കുരിശുമുടിയിലെ കുർബാനയ്ക്ക് ഫാദർ ജെയിംസ് കൊച്ചുപറമ്പിൽ കപ്പുച്ചിൻ കാർമ്മികനായി. നൊവേന, പ്രദക്ഷിണം, തിരുശേഷിപ്പ്, വണക്കം എന്നിവ ഉണ്ടായിരുന്നു. 10-ന് ആഘോഷമായ റാസ കുർബാനയ്ക്ക് ഫാദർ ഫ്രാൻസൻ തന്നാടൻ മുഖ്യ കാർമ്മികനായി. ഫാദർ ടിൻഡോ ഞാറക്കാടൻ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ജോമി ചെരടായി, റെക്ടർ ഫാദർ അലക്സ് കല്ലേലി, അനൂപ് കോലങ്കണ്ണി എന്നിവർ സഹകാർമ്മികരായിരുന്നു. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, തിരുശേഷിപ്പ്, വണക്കം എന്നിവയുണ്ടായി. ഡീക്കൻ ജോർജുട്ടി MSJ, ജനറൽ കൺവീനർ ജോർജ് പന്തല്ലൂക്കാരൻ, ഫുഡ് കൺവീനർ സൈമൺ കറുകുറ്റിക്കാരൻ, കൈക്കാരന്മാരായ ആന്റു കരിയാട്ടി, ജോസ് വെട്ടുമണിക്കൽ, ഷിജു പഴയടത്ത് പറമ്പിൽ, ലിജോ ചാതേലി, തിരുനാൾ കൺവീനർമാർ, യൂണിറ്റ് പ്രസിഡന്റുമാർ, സംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. നിരവധി വിശ്വാസികൾ ഊട്ടുനേർച്ചയിൽ പങ്കെടുത്തു. ആമ്പല്ലൂരിൽ അപകടത്തിൽ പരിക്കേറ്റവരുമായി പോയ ആംബുലൻസ് പിക്കപ്പുമായി കൂട്ടിയിടിച്ച് ഡിവൈഡറിൽ ഇടിച്ചുകയറി. ബുധനാഴ്ച രാവിലെ 10 മണിക്കായിരുന്നു അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വെണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പരിക്കേറ്റവരെ തൃശൂരിലേക്ക് കൊണ്ടുപോയ പുതുക്കാട് സഹകരണ ബാങ്കിന്റെ ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. ആംബുലൻസ് ആമ്പല്ലൂർ സിഗ്നൽ കടക്കുന്നതിനിടെ ചാലക്കുടി ഭാഗത്തു നിന്ന് വന്ന പിക്കപ്പിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ നിയന്ത്രണം വിട്ട ആംബുലൻസ് ഡിവൈഡറിലേക്ക് ഇടിച്ചുകയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഡിവൈഡറിൽ സ്ഥാപിച്ചിരുന്ന ഇരുമ്പ് ബാരിക്കേഡ് തെറിച്ച് സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ പതിച്ചു. വരന്തരപ്പിള്ളിയിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ ദമ്പതികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു ആംബുലൻസ്. പരിക്കേറ്റവരെ മറ്റൊരു ആംബുലൻസിൽ തൃശൂരിലെത്തിച്ചു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ ശാസ്ത്ര ക്ലബ് ഉദ്ഘാടനം PTA പ്രസിഡന്റ് AM ജോൺസണും പ്രധാന അധ്യാപകൻ T അനിൽകുമാറും നിർവഹിച്ചു.
സയൻസ് ക്ലബ് കൺവീനർ PS ശ്രീകുമാരി സ്കൂൾ ശാസ്ത്ര ലാബിൽ നിർമ്മിച്ച ഹൈഡ്രജൻ ബലൂണിന്റെ പ്രത്യേകതയും പ്രവർത്തന രീതിയും വിശദീകരിച്ചു. സയൻസ് അധ്യാപകർ, PTA കമ്മിറ്റി അംഗങ്ങൾ, ശാസ്ത്ര ക്ലബ് അംഗങ്ങൾ എന്നിവർ ചേർന്ന് ഹൈഡ്രജൻ ബലൂണുകൾ ആകാശത്തേക്ക് പറത്തി. കുടുംബ വഴക്കിനെ തുടർന്ന് മകൻ പിതാവിനെ കമ്പിപ്പാര കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചു. തടയാൻ ശ്രമിച്ച മാതാവിനും മർദ്ദനമേറ്റു. എലിഞ്ഞിപ്ര കലിക്കൽ കുന്നിൽ പണ്ടാരം പറമ്പിൽ മാധവൻ മകൻ പുഷ്പനെയാണ് മൂത്ത മകൻ പ്രതീഷ് തേങ്ങ പൊതിക്കുന്ന കമ്പിപ്പാര കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചത്. തടയാൻ ശ്രമിച്ച അമ്മ ശോഭനയുടെ കൈയും മകൻ ചവിട്ടിയൊടിച്ചു. പരിക്കേറ്റ മാതാപിതാക്കളെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മദ്യലഹരിയിൽ വീടിന്റെ ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടയിലാണ് അടിപിടി നടന്നതെന്ന് പറയുന്നു. അനിയൻ പ്രക്ഷോഭമായുണ്ടായ പിടിവലിയിൽ പ്രതീഷിന്റെ തലയിൽ മുറിവേറ്റിട്ടുണ്ട്. പ്രതി പ്രതീഷും പോലീസ് നിരീക്ഷണത്തിൽ സെന്റ് ജെയിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതീഷ് കുടുംബമായി കോടാലിയിലാണ് താമസം. അച്ഛനും അമ്മയും സഹോദരനുമാണ് കല്ലിക്കൽ കുന്നിലെ വീട്ടിൽ താമസിക്കുന്നത്. പിതാവിന്റെ പരിക്ക് ഗുരുതരമാണ്. ചാലക്കുടി മാർക്കറ്റ് റോഡിലെ അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ നടപടി ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി റവന്യൂ വകുപ്പ് കയ്യേറ്റം കണ്ടെത്തുന്നതിനുള്ള അളവ് ആരംഭിച്ചു. പോലീസ് സ്റ്റേഷൻ റോഡ് മുതൽ നോർത്ത് ജംഗ്ഷൻ വരെയുള്ള മാർക്കറ്റ് റോഡിലാണ് അനധികൃത കയ്യേറ്റമുണ്ടെന്ന് കാണിച്ച് പരാതി ഉയർന്നത്. ഏകദേശം 20 മീറ്ററോളം വീതിയുള്ള മാർക്കറ്റ് റോഡിന്റെ ഇരുവശത്തും വലിയ തോതിലുള്ള കയ്യേറ്റമാണ് നടന്നിരിക്കുന്നത്. പകുതിയിലധികം കയ്യേറ്റം കണ്ടെത്തിയതായി പറയുന്നു. കയ്യേറ്റം കണ്ടെത്തി മാർക്ക് ചെയ്ത് പൊതുമരാമത്ത് വകുപ്പിന് കൈമാറും. തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് പൊതുമരാമത്ത് വകുപ്പാണെന്ന് റവന്യൂ വകുപ്പ് അധികൃതർ പറഞ്ഞു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കോടതിയിൽ അടുത്ത 8-ാം തീയതി കേസുണ്ട്. അതിനു മുൻപായി കയ്യേറ്റം കണ്ടെത്തി നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുവാൻ നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് അളവ് ആരംഭിച്ചിരിക്കുന്നത്. 2 ദിവസമായി കയ്യേറ്റം കണ്ടെത്തി മാർക്ക് ചെയ്ത നടപടികൾ നടന്നുവരുന്നു. പൊതുപ്രവർത്തകനായ PK ജേക്കബ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പുതിയതായി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിൽ കയ്യേറ്റമുള്ളതായി പറയുന്നു. ഭരണത്തിലും മറ്റും സ്വാധീനിച്ചാണ് നിയമങ്ങൾ കാറ്റിൽ പറത്തി പുതിയ കെട്ടിടം നിർമ്മിച്ചതെന്ന് പറയുന്നു. 15 വർഷത്തിലധികമായി കേസ് നടന്നുവരികയാണ്. തഹസിൽദാർ അബ്ദുൾ മജീദ്, ഭൂരേഖ തഹസിൽദാർ വിനോദ്, ഡെപ്യൂട്ടി തഹസിൽദാർ ദീപ, കിഴക്കേ ചാലക്കുടി വില്ലേജ് ഓഫീസർ B അനിൽകുമാർ, താലൂക്ക് സർവേയർ അനീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുന്ന ജോലികൾ പുരോഗമിക്കുന്നത്. കൊടകരയിലെ കോൺഗ്രസ് നേതാവായിരുന്ന PP കുമാരന്റെ 6ാം അനുസ്മരണ ദിനാചരണം സംഘടിപ്പിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി അധ്യക്ഷനായി. സദാശിവൻ കുറുവത്ത്, MK ഷൈൻ, ജോയ് ചെമ്പകശ്ശേരി, E ഗിരീശൻ, PK അരുൺ, PK അനിൽകുമാർ, റാഫേൽ സൈമൺ, രാജു കുറുവത്ത് എന്നിവർ നേതൃത്വം നൽകി. സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം കുമാരേട്ടനെ കുറിച്ച് എല്ലാവർക്കും നല്ലപോലെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് കുമാരേട്ടൻ. കുമാരേട്ടൻ ഏത് സമയത്തും ടൗണിൽ എന്തൊരു ആവശ്യത്തിനും ആരെന്ത് കാര്യത്തിന് അന്വേഷിച്ചാലും കുമാരേട്ടൻ ആ സ്പോട്ടിലുണ്ടായിരിക്കും. പിന്നെ കുമാരേട്ടൻ ആരെ കണ്ടാലും വിശേഷങ്ങൾ ചോദിക്കുകയും അവർക്ക് ചായ മേടിച്ചു കൊടുത്തുമാണ് അവരെ പറഞ്ഞിരിക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൊടകരയിലെ എക്കാലത്തെയും മികച്ച നേതാക്കന്മാരിൽ ഒരാൾ. അതുപോലെ തന്നെ സാമൂഹികമായ, കായികമായ മറ്റെല്ലാ മേഖലകളിലും, സാമൂഹികമായ എല്ലാ മേഖലകളിലും തൻ്റേതായ കൈമുദ്ര പതിപ്പിച്ചുകൊണ്ട് നമ്മളിൽ നിന്ന് കടന്നുപോയ നമ്മുടെ പ്രിയങ്കരനായ കുമാരേട്ടൻ്റെ ഓർമ്മ ദിനമായ ഇന്നേ ദിവസം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 2 പ്രാവശ്യം പഞ്ചായത്ത് മെമ്പറും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹിയുമായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ PP കുമാരൻ ചേട്ടൻ്റെ 6ാം ചരമവാർഷിക ദിനമാണ് ഇന്ന്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പാവപ്പെട്ടവരെ കൂടുതൽ സഹായിക്കുന്ന ഒരു മനോഭാവം ഉണ്ടായിരുന്ന കൊടകരയിലെ ഒരു വലിയ നേതാവായിരുന്നു. ചാലക്കുടി നഗരസഭാ പരിധിയിൽ പകർച്ചവ്യാധികൾ പടരുന്നതായും ഇതിനെതിരെ ഭരണാധികാരികൾ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം അവതാളത്തിലായിരിക്കുന്ന സമയത്ത് നഗരസഭയിലെ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പാർട്ടി ധാരണയനുസരിച്ച് രാജിവെച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നഗരസഭാ പരിധിയിൽ 50ഓളം പേർക്ക് ഇപ്പോൾ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിരിക്കുകയാണെന്നും പോട്ട പ്രദേശത്ത് ഒരാൾക്ക് എലിപ്പനിയുള്ളതായി പരിശോധനയിൽ കണ്ടെത്തിയതായി പ്രതിപക്ഷ നേതാവ് CS സുരേഷ് പറഞ്ഞു. നഗരസഭയിൽ ഒരു പ്രവർത്തനങ്ങളും നടക്കുന്നില്ലെന്നും പ്രഖ്യാപനങ്ങൾ മാത്രമാണ് നടക്കുന്നതെന്നും പറയുന്നു. നഗരസഭയിൽ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് നടത്തിയ ഡിമൻഷ്യ സൌഹൃദ മുനിസിപ്പാലിറ്റിയായി പ്രഖ്യാപിച്ചെങ്കിലും ഉദ്ഘാടനം നടത്തി ടൗൺ ഹാൾ കെട്ടിടത്തിൽ ഓഫീസും തുടങ്ങിയെങ്കിലും മറ്റൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ലെന്ന് പറയുന്നു. മേൽനോട്ടത്തിന്റെ ചുമതല ഏൽപ്പിച്ചയാൾക്ക് 1 വർഷമായിട്ടും പ്രതിഫലമൊന്നും നൽകിയില്ലെന്നും പരാതിയുണ്ട്.
പൊതുജനങ്ങൾ പകർച്ചവ്യാധികളിൽ നിന്ന് സ്വയം രക്ഷപ്പെടണമെന്നും മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് അഭിപ്രായപ്പെട്ടു. ഭരണസമിതിക്ക് പകർച്ചവ്യാധിക്കെതിരെ പ്രവർത്തിക്കാൻ സമയമില്ലെങ്കിൽ പ്രതിപക്ഷം പൊതുജന പങ്കാളിത്തത്തോടെ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി രംഗത്ത് വരുമെന്നും പറഞ്ഞു. മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളുടെ പേരിൽ വലിയ അഴിമതി നടക്കുന്നതായും പ്രതിപക്ഷം ആരോപിച്ചു. വാർത്താസമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, ബിജി സദാനന്ദൻ, ബിന്ദു ശശികുമാർ, VJ ജോജി എന്നിവർ പങ്കെടുത്തു. ജോസ് എന്ന ഒരു ഇതിനോട് അനുഭവമുള്ള ഒരാളെ അതിന്റെ ചുമതലക്കാരനാക്കി ഇരുത്തുകയും ചെയ്തു. ഈ ജോസിന്മാരുടെ ചേട്ടൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് പറഞ്ഞു, ഇനി ഞാൻ ഈ പരിപാടിക്കില്ല, ഒരു വർഷമായിട്ട് എനിക്ക് ചായ കുടിക്കാൻ പോലും കാശ് ഈ നഗരസഭയിൽ നിന്ന് ഒരാൾ തന്നിട്ടില്ല, അത് എന്താ ചെയ്യേണ്ടത്, എങ്ങനെ പോകേണ്ടതെന്നുള്ളൊരു കാര്യം പോലും ഈ നഗരസഭ ഏറ്റെടുത്തിട്ടില്ല. അപ്പോൾ വെറുതെ ഷോ വർക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് മിനിങ്ങി ഇങ്ങനെ നടക്കല്ലാതെ ചാലക്കുടി നഗരസഭയിൽ ഒരു കാര്യം പോലും ചെയ്യണില്ല. 10 ദിവസം മുൻപ് കൊരട്ടിയിൽ നിന്ന് കാണാതായ ദമ്പതികളെ വേളാങ്കണ്ണിയിൽ ലോഡ്ജിൽ വിഷം കുത്തിവെച്ച് മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുമുടിക്കുന്ന് മൂടപ്പുഴ അരിമ്പിള്ളി വർഗീസിന്റെയും എൽസിയുടെ മകൻ 34 വയസ്സുള്ള ആന്റോയും വെസ്റ്റ് കൊരട്ടി കിലുക്കൻ ജോയുടെ മകളും ആന്റോയുടെ ഭാര്യയുമായ 29 വയസ്സുള്ള ജിസുവുമാണ് മരിച്ചത്. കഴിഞ്ഞ 22-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം മുതൽ ഇവരെ തിരുമുടിക്കുന്നിലെ വീട്ടിൽ നിന്ന് കാണാതാവുകയായിരുന്നു. വേളാങ്കണ്ണിയിലെത്തിയ ശേഷം അവിടെ ഏതോ ജോലിയിൽ പ്രവേശിച്ചതായും പറയുന്നു. അതിനിടയിൽ ചൊവ്വാഴ്ച വൈകിട്ട് വിഷം കുത്തിവെച്ച് അവശനിലയിൽ കാണപ്പെട്ട ആന്റോയെ നാഗപട്ടണം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാത്രിയോടെ മരിച്ചു. ഭർത്താവ് മരിച്ചതറിഞ്ഞ ജിസുവും ലോഡ്ജിൽ ചെന്ന് വിഷം കുത്തിവെച്ച് മരിക്കുകയായിരുന്നു. ജിസുവിനെ ആശുപത്രിയിൽ നിന്ന് കാണാതായതിനെ തുടർന്ന് പോലീസും നാട്ടിൽ നിന്നും ചെന്ന ബന്ധുക്കളും കൂടി ലോഡ്ജിലെത്തിയപ്പോൾ മുറി അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. പോലീസ് മുറി ബലം പ്രയോഗിച്ച് തുറന്നു നോക്കിയപ്പോഴേക്കും ജിസു മരിച്ചിരുന്നു. 2 പേരുടെയും മൃതദേഹം പോലീസ് നടപടികൾക്കു ശേഷം നാഗപട്ടണം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. സംസ്കാരം വ്യാഴാഴ്ച തിരുമുടിക്കുന്ന് ചെറുപുഷ്പം ദേവാലയത്തിൽ നടക്കും. ലൈഫ് പദ്ധതിയിൽ ലഭിച്ച വീട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. വീടും മറ്റ് വിറ്റ് തന്റെ കടങ്ങൾ വീട്ടണമെന്ന് കാണിച്ച് ചൊവ്വാഴ്ച സഹോദരിക്ക് ആന്റോ വോയിസ് മെസ്സേജ് അയച്ചിരുന്നതായി പറയുന്നു. 3 വർഷമായുള്ളൂ ഇവർ മൂടപ്പുഴയിൽ താമസമാക്കിയിട്ട്. കുറച്ചു മാസങ്ങളായി ആന്റോയും ഭാര്യ ജിസും അടുത്തുള്ള വീട്ടുകാരുമായി അധികം സംസാരിക്കാറില്ലെന്നും പറയുന്നു. ജാതിക്ക കച്ചവടക്കാരനായിരുന്നു ആന്റോ. നിരവധി ഫിനാൻസ് കമ്പനികളിൽ നിന്നും പേഴ്സണൽ ലോണും ഗൃഹോപകരണങ്ങളും മൊബൈലും മറ്റും ലോൺ എടുത്തിരുന്നതായും പണം അടയ്ക്കാതെ വന്നപ്പോൾ പണമടയ്ക്കാനുള്ള കമ്പനി അധികൃതരുടെ സമ്മർദ്ദവും ജീവിതം അവസാനിപ്പിക്കാൻ കാരണമായി. വിവാഹം കഴിഞ്ഞ് 9 വർഷമായിട്ടും കുട്ടികളില്ലായിരുന്നു. അതിലുള്ള നിരാശയും സാമ്പത്തിക ബാധ്യതയുമാണ് മരണത്തിന് കാരണമെന്നാണ് അടുത്ത ബന്ധുക്കൾ പറയുന്നത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6635 രൂപ, പവന് 53,080 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണം. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടകര ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച കോൺഫറൻസ് ഹാൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖ്രാന തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ആമ്പല്ലൂരിൽ അപകടത്തിൽ പരിക്കേറ്റവരുമായി പോയ ആംബുലൻസ് പിക്കപ്പുമായി കൂട്ടിയിടിച്ച് ഡിവൈഡറിൽ ഇടിച്ചുകയറി.
ചാലക്കുടി മാർക്കറ്റ് റോഡിലെ അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ നടപടി ആരംഭിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.